പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോലും PR ഇതുവരെ ആയിട്ടില്ല. അപ്പം ഇനി PR കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ വലിയൊരു കോടീശ്വരനായ ഒരു കഥയും കൂടെ. ഇമോഷണലി ഞങ്ങൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭാര്യ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. അവർക്ക് അങ്ങനല്ല അവർ നോക്കുന്നത്. എന്നാലും നമ്മള് വെക്കാനോടും കടക്കാരന് പോയി കാനഡ. അപ്പം ആകെയുള്ള ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും ആസ്തിയുള്ള 1 കോടി ആസ്തിയുള്ള. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്റെ വീഡിയോക്കകത്ത് ഞാൻ കാനഡയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് കൊടുക്കേണ്ടുന്ന കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇന്നിപ്പോൾ പറയാൻ പോകുന്ന സ്പൗസ് വിസയ്ക്ക് എന്തൊക്കെ വേണ്ടി വന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളുള്ളായിരുന്നു. സ്റ്റുഡൻസിന്റെ അത്രയും ഡോക്യുമെന്റ്സ് ഒന്നും സ്പൗസിന് വേണ്ടി വന്നില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊക്കെ വേറൊരു പാർക്ക്, ഇവിടെ കുറെ പാർക്കുകളുണ്ട്. അപ്പോൾ വേറൊരു പാർക്ക് നമ്മളെ അപ്പുറത്തെ ഇതിന്റെ ബാക്ക് സൈഡൊക്കെ വെള്ളമാട്ടോ, ഫുൾ വെള്ളം. അത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാൻ കഴിയും. പിന്നെ നമുക്ക് വേണ്ടി വന്ന കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യം പറയണം. പിന്നെ അതുകൂടാഞ്ഞ് ഞാൻ വലിയൊരു കോടീശ്വരനായ ഒരു കഥയും കൂടെ. കുറച്ച് നേരങ്ങളിൽ ഞാൻ വലിയൊരു കോടീശ്വരനായ ഗൈസ്, അതിന്റെ കാര്യം കൂടെ പറയാം. ഞാൻ കുറച്ച് സമയം ഞാൻ എടുക്കുകയാണ്. വേറൊന്നുമല്ല, ലാസ്റ്റത്തെ എന്റെ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എല്ലാവരും കണ്ടു എന്നും എനിക്ക് മനസ്സിലായി, കമന്റ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും. അപ്പൊ അതിനകത്ത് മെയിനായിട്ടും ആൾക്കാർ മിക്ക കമന്റ്സിനകത്തും ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാനഡയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞു വരികയല്ലേ, പിന്നെ എന്തോ തന്നെ കാനഡയിലേക്ക് വരാൻ വേണ്ടി നിങ്ങളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നെഗറ്റീവ് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഈ പറയുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോലും PR ഇതുവരെ ആയിട്ടില്ല. അപ്പം ഇനി PR കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന മിക്ക സ്റ്റുഡൻസിനും ഉള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മളൊരു അങ്ങനെ ആയി പോകും, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒന്നും ആവത്തില്ല, മുന്നോട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ആവത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള Canada.ca എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷനും എല്ലാം അറിയാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. PNP മാത്രമല്ല ഉള്ളത്, RNIP റൂറൽ നോമിനി പ്രോഗ്രാം ഒക്കെ ഇപ്പോൾ പെർമനന്റ് പ്രോഗ്രാം ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൈലറ്റ് പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവസാന നിമിഷം ഇപ്പോൾ 2 ഇയർ കോഴ്സ് എടുത്ത ഒരാള് 3 ഇയർ വർക്ക് പെർമിറ്റ് ഉണ്ട്. ആ 3 ഇയർ വർക്ക് പെർമിറ്റിൽ ലാസ്റ്റത്തെ 1 ഇയറിലാണ് എനിക്ക് പ്രൊവിൻസ് മാറണം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് PR കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് തോന്നില്ല. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശരിയാവും, ഒരു എംപ്ലോയറിനെ കിട്ടണം ആദ്യം. അപ്പൊ അതൊന്നും കിട്ടുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ മുന്നേ ഇതിനെപ്പറ്റി ആലോചിച്ച് കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്രൊവിൻസ് മാറുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ കിട്ടുന്ന ഏതെങ്കിലും പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്ത് അതിന്റെ ത്രൂ ഒരു ജോബൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കും PR കിട്ടാവുന്നതേക്ക് ഉള്ളൂ. ഇതെല്ലാം പറയുന്നത് ഇവിടുത്തുള്ള കാര്യമാണ്. നാട്ടിലുള്ളവർക്ക് ഇങ്ങോട്ട് വരണോ വേണ്ട എന്നുള്ളത് ഇപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ പറയത്തില്ല. കാരണം ഇപ്പൊ സിറ്റുവേഷൻ കുറച്ച് ബാഡ് ആണ് ഇവിടുത്തെ. കാരണം ഇവിടുത്തുള്ള ആൾക്കാർ തന്നെ ഈ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ കിട്ടാതെ നാട്ടിലോട്ട് പോകുന്ന കേസൊക്കെ വരുന്നുണ്ട്. അപ്പം അത് അങ്ങനത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കിയും കണ്ടൊക്കെ ഇപ്പൊ ചെയ്യുക. ചിലപ്പോൾ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിന് മാറ്റം ഉണ്ടാവാം, പഴയ കണക്ക് തന്നെ എല്ലാം വരാം. അപ്പം ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത ചെയ്യേണ്ടത്, ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. പക്ഷേ സെയിം ഡോക്യുമെന്റ്സ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ആ സമയത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നതെന്ന് ഇപ്പോഴേ പറയുകയാണ്. നെഗറ്റീവ് കമന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക, കുഴപ്പമില്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് എന്നൊന്ന് പറയാൻ വേണ്ടി സ്പേസ് ഞാൻ എടുത്തതാണ്. ബാക്കി തന്നെ കണ്ടിന്യൂ ചെയ്തോ. എന്റെ ഡോക്യുമെന്റ്സിൽ ആദ്യം വേണ്ടത് SOP ആണ്. SOP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് കാനഡയിൽ പോകുന്നത് ആർക്കറിയാം, ഒരാവശ്യമില്ല. എന്തിനാണ് ഞാൻ കാനഡയിൽ പോകുന്നത്? എൻ്റെ വൈഫിനെ കാണാൻ. എൻ്റെ വൈഫ് കാനഡയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാനഡയിലോട്ട് പോകുന്നത്. ഞാനിവിടെ ഞങ്ങൾ ഇമോഷണലി ഞങ്ങൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭാര്യ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. അയ്യോ, SOP ഒക്കെ വായിച്ച് ഞാൻ ചിരിയായിരുന്നു തരുന്നുണ്ട്. SOP ഒക്കെ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ശരിക്കും നമുക്കുള്ള ഒരു നമ്മുടെ തോട്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും നമ്മളുടെ പാർട്ട്ണറിന്റെ അടുത്ത് എത്തണം എന്നുള്ളൊരു തോട്ടാണ് നമുക്കുള്ളത്. അത് നമ്മള് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ജെന്യുവനായിട്ട് അങ്ങോട്ട് എഴുതുക. അപ്പോൾ SOP ആണ് ആദ്യം വേണ്ടത്. പിന്നെ രണ്ടാമത് വേണ്ട ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ആണ് വേണ്ടത്. അത് വേണ്ടത് സംഗീതയുടെ ഭാഗത്തു നിന്നാണ് ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ. സംഗീത തിരിച്ചെഴുതുക.
എന്നാണ് ഇത് ഞാൻ ഇൻവൈറ്റ് തിരിക്കുക. ചെയ്യാണ്. ഇൻവൈറ്റ് അത് ചെയ്യാം. എനിക്ക് എന്റെ പാർട്ട്ണറെ കാണണം, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആളെ ഇൻവൈറ്റ് ചെയ്യാണ്. എനിക്ക് ആളെ നോക്കാൻ പറ്റും, ആളുടെ എക്സ്പെൻസ് ഒക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഉള്ള കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് തന്നെ ജോലി എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ നോക്കത്തൊന്നുമില്ല, വേണമെങ്കിൽ ജോലി ചെയ്യാം. അപ്പൊ അതന്നെ ചെയ്യുന്ന അവിടെ ഞാൻ ജോലി ചെയ്യണത്. ഓക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇനിഷ്യലുള്ള എക്സ്പെൻസ് ഒക്കെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, താമസിപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതാണ് ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ആണ്. രണ്ടാമത് വേണം സംഗീതയുടെ ഡോക്യുമെന്റ്സ്. നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടി വരുന്നത് റിലേഷൻഷിപ്പ് പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സംഗീതയും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് അവർ ചോദിക്കും. അപ്പം നമ്മൾ പറയണം, കാരണം അവർക്ക് ഇങ്ങനെ ചുമ്മാ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. സർട്ടിഫിക്കറ്റ് മാത്രം പോരാ. എന്റെ വൈഫ്, എന്റെ ഹസ്ബൻഡാണത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ വൈഫാണിത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അവർക്ക് അതിനകത്തുള്ള കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം മിക്ക ഡോക്യുമെന്റ്സ് വേണം അവർക്ക്. ഞങ്ങൾ വെച്ച ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫോട്ടോസ് ആദ്യമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. നമ്മളെ കറങ്ങാൻ പോകുന്നതോ നമ്മളെ സെൽഫി എടുക്കാൻ പോകുന്നതോ ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഫോട്ടോസ് ഒക്കെ വെക്കുക. കാരണം വേറെ ഒന്നുമില്ല, ലവ് മാരേജ് എന്ന് പറയാം നമ്മൾ ഓൾറെഡി SOPക്കകത്ത് നമ്മൾ ഈ സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര വർഷത്തെ പ്രണയമാണ് എന്നൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ജെന്യൂൻ ആണെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ ഫോട്ടോസ്, നമ്മൾ പഴയ ഫോട്ടോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയതോ, നമ്മൾ ബൈക്കിൽ ഇരുന്ന ഫോട്ടോ, നമ്മൾ കാറിൽ പോയ ഫോട്ടോ, എന്തെങ്കിലുമൊക്കെ ഫോട്ടോ. അപ്പൊ നമ്മൾ ഫോട്ടോ വെക്കുക. പിന്നെ നമ്മൾ കല്യാണ ലെറ്റർ, നമ്മുടെ കല്യാണത്തിന് വേണ്ടി അടിച്ച ലെറ്റർ നമ്മൾ എടുക്കുക. കല്യാണ ഫോട്ടോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള എല്ലാ ഫാമിലി, റിലേറ്റീവ്സ്, എല്ലാവരുമായിട്ട്, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസുകൾ. പിന്നെ ഒരു ക്രൗഡ് വേണം. കല്യാണത്തിന്റെ ക്രൗഡ് ഇപ്പൊ നമ്മള് ഞങ്ങളുടെ കല്യാണം എന്ന് വെച്ചാൽ കൊറോണ ടൈമിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ള ക്രൗഡൊക്കെ വെച്ചൊരു ഫോട്ടോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക. കാരണം അതെന്തായാലും ഒരു ചോദിക്കും. നമ്മൾ രണ്ടുപേരും മാത്രം, നമ്മുടെ ഫാമിലി മാത്രം പോരാ, നമ്മൾ അറിയാത്ത ആൾക്കാരും കല്യാണത്തിന് വന്നിരുന്നു. ഈ കല്യാണം എല്ലാവരും അറിഞ്ഞു നടന്ന കല്യാണമാണ്. അതൊന്നും അവർക്ക് അങ്ങനെയല്ല അവർ നോക്കുന്നത്. എന്നാലും നമ്മള് വെക്കാനുള്ള രീതിയിലെല്ലാം വെക്കണം. നമ്മള് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമ്മൾ വെക്കണം. അതുകൂടാഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുള്ള, എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ്, ടിക്കറ്റ് കാര്യങ്ങള് എന്തെങ്കിലും നമ്മൾക്ക് ഇത്രയധികം ഡോക്യുമെന്റ്സ് വെക്കാം. നമ്മുടെ റിലേഷൻഷിപ്പ് ജെന്യുവൻ ആണെന്ന് അത്രയധികം നല്ലതാണ്. ഞങ്ങൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഞങ്ങളപ്പം അവിടെ വെച്ചത്. അതൊരു പ്രധാന കാര്യമാണ്. അപ്പൊ അത് ശരി. പിന്നെ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്, എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അതിനുള്ള എക്സ്പീരിയൻസ് ലെറ്ററുകൾ, എത്ര വർഷമായി, ഇന്ന ഫീൽഡാണ് എന്നുള്ള കാര്യങ്ങളുള്ള ഒരു നമ്മൾ ലെറ്റർ വേണം. നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്ക് എന്തൊക്കെ ജോലിയുണ്ട് അതിനുള്ള എക്സ്പീരിയൻസ് ലെറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതാണ് വേണ്ടത്. അതിന്റെ കൂടെ നമ്മളെ പേ സ്ലിപ്പ്, നമ്മളെ എക്സ്പീരിയൻസിന്റെ കൂടെ നമ്മളെ പേ സ്ലിപ്പും കൂടെ എടുക്കുക. നമ്മളെ റീസെന്റ് ആയിട്ട് ഉള്ള പേ സ്ലിപ്പ്. അതിപ്പം അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് എത്ര സാലറി കൂടുതലാണ് അത്രയ്ക്കും നമുക്ക് നല്ലതാണ്. കാരണം കൂടുതൽ സാലറി ഉള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കാണിക്കുമ്പോൾ അവർക്ക് നല്ല ജോലിയാണ്, നല്ല സാലറി ഒക്കെ നാട്ടിലുണ്ട് ആൾക്ക് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി ആണ് നല്ല സാലറി. കള്ളം കാണിക്കണമെന്നില്ല, നിങ്ങൾക്കുള്ള തന്നെ കാണിച്ചാൽ മതി ഇപ്പൊ പറയുന്ന പോലെ. പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി, ഞാനെ കുറച്ച് കൂട്ടിയൊക്കെ ഞാൻ നമ്മളെ മാനേജറിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരിയൊക്കെ കൂട്ടിയിട്ടൊക്കെ കാണിച്ചു തന്നെ. കാരണം നമുക്ക് വലിയ സാലറി ഒന്നുമില്ല ഗൈസ്. അപ്പൊ അതൊക്കെ ഇച്ചിരി കൂട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് എന്റെ സ്റ്റഡിയുടെ ഡോക്യുമെന്റ്സ്, നാട്ടിൽ ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത് അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റ്, നമ്മളെ ചെറിയ ചെറിയ കോഴ്സുകളായാലും അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുക. അതും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വെക്കാനായിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ വേണം. ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് വെച്ചു. അല്ല, ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ 3 വേണം. ഞാൻ ചെയ്ത പോലെ തന്നെ എന്റെ സെയിം ഡയമെൻഷൻ ആയിരുന്നു കേട്ടോ തന്നെ എന്റെ ഫോട്ടോ വെക്കുന്നത്. അത് ഇമിഗ്രേഷൻ IRCC അവർ പറയുന്ന ഒരു ഡയമെൻഷൻ ഉണ്ട്. അത് എല്ലാവർക്കും സ്പൗസസ് ആയാലും ഡയറക്റ്റ് PR വെക്കുന്നവരായാലും സ്റ്റുഡന്റ് വിസ ആയാലും എല്ലാം സെയിം തന്നെ ആയിരിക്കും. 3.5 × 4.5 ആ ഒരു ഇഞ്ച് ഡയമെൻഷൻ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കണം. മെഡിക്കൽ എടുക്കുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് നമുക്ക് ഇവിടുന്ന് പേപ്പർ വെച്ച് തരും, മെഡിക്കൽ എടുക്കാൻ റിക്വസ്റ്റ് ആയിട്ട് തരും. നമുക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് തന്നു പോയി മെഡിക്കൽ എടുക്കൂ എന്ന് പറഞ്ഞ് തരും. അല്ലെങ്കിൽ നമുക്ക് അഫ്രണ്ട് ആയിട്ട് എടുക്കാം. നമുക്ക് തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്രണ്ട് ആയിട്ട് എടുത്തതാണ്. ഞാൻ വിളിച്ചു, തിരുവനന്തപുരം കിംസിൽ വിളിച്ചായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ചിട്ട് എനിക്ക് തന്നെ കാനഡയിലേക്ക് പോകാനുള്ള മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഓക്കെ ഇന്ന ഡേറ്റ് തന്നു. അന്ന് ഞാൻ എടുത്തപ്പോൾ 6,000 രൂപ ഉണ്ടായിരുന്നു മെഡിക്കൽ എടുത്തതിന്.
അതൊരു ദിവസം പരിപാടിയേ ഉള്ളൂ. ഒരു ദിവസം വരെ, പക്ഷെ നമ്മൾ നേരത്തെ പോവുക, നേരത്തെ പോയിട്ട് അവിടെ പറഞ്ഞ ഇരിക്കുക. സമയത്ത് ഒരുപാട് പേര് കാണും ഇതിനു വേണ്ടി തന്നെ വന്നു കഴിഞ്ഞാൽ. അത് കാനഡ മാത്രമല്ല, ഞാനൊക്കെ പോയപ്പോ ന്യൂസിലാൻഡ് ഉണ്ടായിരുന്നു, ജർമ്മനി ഉണ്ടായിരുന്നു, എല്ലാം നമ്മള് കൺട്രി എബ്രോഡ് പോകുമ്പോഴത്തേക്കും അവർ മെഡിക്കൽ മേടിക്കുന്നതാണ്. പിന്നെ ദുബായ് പോവാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ മെഡിക്കൽ ഫിറ്റ് ആണെന്നുള്ളത് നമ്മൾ കാണിക്കണ്ടേ? സെയിം അതൊക്കെ തന്നെ. ഒന്നല്ല, ജസ്റ്റ് ചെല്ലുക, നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് എടുക്കുക, യൂറിൻ ടെസ്റ്റ് ചെയ്യുക, പിന്നെ നമ്മളെ കിടത്തിയിട്ട് നമ്മുടെ വയറ്റിലൊക്കെ കുത്തി നോക്കും, നമ്മുടെ കിഡ്നിയും അവിടെ എല്ലാം ഇരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി എല്ലാം കുത്തി നോക്കും. പിന്നെ സർജറി വല്ല സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേപ്പർ വെക്കേണ്ടി വരും. കാരണം അത് അവരുടെ അടുത്ത് പറയുക, നമ്മൾ പറയാതിരിക്കല്, അവരുടെ അടുത്ത് പറയുമ്പോൾ അവരതിനുള്ള പേപ്പർ തരും. കാരണം അല്ലെങ്കിൽ പിന്നെ അത് പിന്നൊരു സമയത്ത് അതിന്റെ ഒരു പ്രശ്നം വരും നമുക്ക്. അപ്പൊ അതിന്റെയൊക്കെ പേപ്പർ വെക്കുക, മെഡിക്കൽ എടുക്കുക. പിന്നെ വേണ്ടത് മെയിൻ ആയിട്ടുള്ള സംഭവം ഗൈസ്, ഇൻകം സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ്. പ്രത്യേകിച്ച് എന്റെ കയ്യിൽ ഒന്നും കാണിക്കാനില്ലായിരുന്നു. എന്നിട്ട് ഞാൻ കാണിച്ചു. ഞാൻ കോടീശ്വരൻ, ലക്ഷങ്ങൾ വാരി എറിഞ്ഞു ഗൈസ്. കോടീശ്വരനായി, കടവും കടക്കാരനുമായി. കാനഡയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ ഒക്കെ കാണിക്കണമെന്ന് ഒരുപാട് പൈസ നമ്മൾ കാണിക്കേണ്ടി വരും. പക്ഷെ കാണിക്കേണ്ട രീതികളും ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റുഡന്റ് വിസ പോലെയല്ല, സ്പൗസ് വിസ എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡിങ് വിസയല്ലേ. അപ്പം ഈ വരുന്ന ആൾക്ക് നാട്ടിലെ ആൾ എവിടെ നിന്നാണോ വരുന്നത് അവർക്ക് ഇൻകം, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഗുഡ് ആയിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. ആക്ച്വലി വിസിറ്റിംഗ് വിസ ആയാലും ഈ സ്പൗസ് വിസ അല്ല, അതിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മുടെ സാലറി പേസിൽപ്പിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കൂട്ടി കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം അതുണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. അതേ കണക്കാനാണ് നമ്മുടെ ഇൻകം. നമ്മുടെ ഒരു സംഗീതയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പം CA-യുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെ, നോട്ടറി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് വന്നപ്പം CA-യും ചെയ്യണം, നോട്ടറിയുടേതും വേണം, നോട്ടറി അറ്റസ്റ്റ് ചെയ്യാൻ വേണം. അപ്പം ഞാൻ ആദ്യം പോയത് CA എടുത്തായിരുന്നു. അപ്പം ആകെയുള്ള ഒരു 10 സ്ഥലവും ഒരു വീടും അതൊക്കെ തന്നെ ഉള്ളു ഗൈസ്, വേറൊന്നുമില്ല. അപ്പം CA എടുത്ത് എന്ന് പറഞ്ഞു നമുക്ക് എത്രയധികം, നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും പ്രോപ്പർട്ടി കിടപ്പുണ്ടോ, നമ്മളെ പേരിൽ ഫിക്സഡ് എവിടെയെങ്കിലും ഫണ്ട് ഇട്ടിട്ടുണ്ടോ, നമുക്ക് LIC ഉണ്ടോ നമ്മുടെ പേരിൽ, പിന്നെ ഗോൾഡ് ഉണ്ടോ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. നമുക്ക് വേറെ ഒന്നും കാണിക്കേണ്ട, നമുക്ക് ഇന്ന സാധനങ്ങളുണ്ട് എന്ന് കാണിക്കാം. പക്ഷെ എന്റെ കയ്യിൽ കാണിക്കാൻ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു നമുക്ക് ഇതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 1 കോടിയിൽ ആസ്തിയുള്ള ഞാൻ തന്നെ 1 കോടി ആസ്തി എനിക്കോ, ദൈവമേ. അത് ചെയ്തവർക്കൊക്കെ അറിയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. കുറച്ച് കൂട്ടിയൊക്കെ നമുക്ക് കുറച്ച്, കാരണം നമുക്ക് അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സപ്പോർട്ടിങ് കൂട്ടണം, ഡോക്യുമെന്റ്സ് കൂടുതൽ കാണിക്കുക, ഇതൊക്കെ തന്നെയാണ്. നമ്മളപ്പോ CA-യുടെ ചെയ്യണം. നമ്മളുടെ ആധാരം വരെ എടുക്കണം, എല്ലാം എടുക്കണം. അതല്ല, എല്ലാം എടുക്കണം. അപ്പൊ നമ്മൾ നോട്ടറി എടുത്ത് നിന്നിട്ട് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം CA-യുടെ മേടിച്ച പേപ്പർ എല്ലാം നമ്മൾ നോട്ടറി കൊണ്ട്, അതായത് എല്ലാം ഗവൺമെന്റ് സ്റ്റാഫിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നോട്ടറി എടുത്ത് കൊണ്ട് വന്നിട്ട് ഇത് നമ്മൾ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യും. ഇന്ന ആളുടെ മോന് ഇത്ര സാമഗ്രികളൊക്കെ ഉണ്ട്, വസ്തുക്കൾ അതെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോട്ടറി കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് നമ്മുടെ അച്ഛനും അമ്മയുടെ ഒക്കെ സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ കൂടെ ഇതും കൂടെ വെക്കണം. പിന്നെ ഇത്രേ ഉള്ളൂ ധനുവിന്റെ ഡോക്യുമെന്റ്സ്. ഇപ്പൊ ധനുവിന്റെ സൈഡ് നമ്മൾ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ SOP വെച്ചു, ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ വെച്ചു, പിന്നെ ധനുവിന്റെ ഫോട്ടോ വെച്ചു, പിന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചു. നമ്മുടെ ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചു, ധനുവിന്റെ എക്സ്പീരിയൻസ് വെച്ചു, ധനുവിന്റെ പേ സ്ലിപ്സും കാര്യങ്ങളും അതെല്ലാം നമുക്ക് ഞങ്ങൾ താഴെ കൊടുത്തിരിക്കാം. കറക്റ്റ് എല്ലാം നമ്മൾ സൈഡിലോ താഴെയൊക്കെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതൊന്നും കൂടാതെ ഇനി വേണ്ടത് എന്റെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെന്റ്സാണ്. കാരണം ഞാനാണല്ലോ ധനുവിനെ സ്പോൺസർ ചെയ്യുന്നത്. ആക്ച്വലി ഇത് സ്പോൺസർ വിസ അല്ല, ഇത് ഡിപ്പെൻഡന്റ് വിസ. എന്റെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് സാറ് വരുന്നത്. അതായത് എനിക്ക് ധനുവിനെ കൊണ്ട് എന്ത് പണിയും എടുപ്പിക്കാം എന്നാണോ? ഓക്കെ. അപ്പൊ എന്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. ഞാൻ ഫസ്റ്റ് വന്നതുകൊണ്ട് അപ്പൊ എന്റെ സ്റ്റുഡന്റ് വിസ വേണം മസ്റ്റായിട്ടും. പിന്നെ എന്റെ സ്റ്റഡി പെർമിറ്റ് വേണം. പിന്നെ എന്റെ കോളേജിൽ നിന്നുള്ള ഓഫർ ലെറ്റർ വേണം. എന്റെ കോളേജിലെ എൻറോൾമെന്റ് ലെറ്റർ വേണം. പിന്നെ എനിക്ക് ധനുവിനെ ഫസ്റ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, മീൻസ് എനിക്ക് ധനുവിനെ നോക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5000 CAD ആയിരുന്നു കേട്ടോ അന്ന് ഞാൻ കാണിച്ചത്. അത് പറഞ്ഞപ്പോഴാണ് എന്റെ അക്കൗണ്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വെച്ചിട്ട് എന്റെ അക്കൗണ്ടിലോട്ടും ഒരു 6 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു FD. കാരണം
നമ്മളതിൽ ഇത്ര പൈസ നമ്മളെ സേവിങ്സ് എന്ന് പറഞ്ഞ് ഇടണം. നമ്മളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം. സ്റ്റേറ്റ്മെന്റ് എന്റെ ഡോക്യുമെന്റ്സിന്റെ കൂടെ വെക്കണം. അതും ഈ നോട്ടറി അറ്റസ്റ്റേഷനകത്ത് നമ്മൾ അതെല്ലാം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുക്കണം. കേട്ടോ. കാരണം നമ്മളെ സിയുടെ ഇതെല്ലാം കൂടെ നമ്മളെ അക്കൗണ്ടിൽ ഇത്ര രൂപ. അതെല്ലാം കൂടെ ചേർന്നിട്ട് ആൾക്ക് 1 കോടി രൂപ ആസ്തിയൊക്കെ വന്നത്. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമായിരുന്നു. എനിക്ക് ധനുവിനെ നോക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ 5000 ക്യാഡ് എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇവിടുത്തെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് വന്ന ഡോക്യുമെന്റ്സ് അതൊക്കെയാണ്. പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ഒരു ഡോക്യുമെന്റ്സ് നോൺ ഒബ്ജക്ഷൻ ലെറ്റർ. അതായത് എന്റെ ലാൻഡ് ലോഡ്, ഇപ്പൊ ഞാൻ താമസിക്കുന്നിടത്തായിരിക്കുമല്ലോ ധനു താമസിക്കാൻ വരുന്നത്. അപ്പോൾ ആ ലാൻഡ് ലോഡിന് ധനു വരുന്നത് കൊണ്ടോ ധനുവിനെ അവിടെ താമസിപ്പിക്കുന്നത് കൊണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ ആയിരുന്നു ധനുവിന്റെ ആപ്ലിക്കേഷനകത്ത് വെച്ചിരുന്ന ഡോക്യുമെന്റ്സ്. ധനുവിന്റെ ഡോക്യുമെന്റ്സും എന്റെ ഡോക്യുമെന്റ്സും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇത്രയും ഡോക്യുമെന്റ്സ് ഞാൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബയോമെട്രിക്സ് എടുക്കണം. അതിന് നമുക്ക് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റ് എടുക്കാം. അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലുള്ള ഒരു ലോയർ തന്നെയാണ്. കാരണം നാട്ടിൽ നിന്നല്ല ചെയ്തത്. നാട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ലോയറിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സ്പൗസ് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിയാണ് നമുക്ക് ഇതെല്ലാം ഹെൽപ്പ് ചെയ്തത്. ലോയറിന് ത്രൂ ആണ് എന്റെ ഡോക്യുമെന്റ്സ് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് കുറെ പേരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പം ബയോമെട്രിക്സിന്റെ ഒരു ഡേറ്റ് ഞങ്ങൾ തന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു ഡേറ്റ് എടുത്തു. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു എനിക്ക്. സംഗീതയ്ക്ക് ഓൾറെഡി ബയോമെട്രിക്സ് ബാംഗ്ലൂർ തന്നെയായിരുന്നു. സെയിം സ്ഥലം തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി എനിക്കറിയാം, ഞാൻ കൊണ്ടുപോയത് എനിക്കറിയാം. അപ്പം എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. എനിക്ക് പോയി ചെയ്യാനൊക്കെ എനിക്ക് കുറച്ചും കൂടെ എളുപ്പം ആയിരുന്നു അവിടെ. അപ്പൊ അതിന് എടുക്കുന്ന വെച്ചാൽ നമുക്ക് നമുക്ക് ഈ ലെറ്റർ നമ്മളെ കയ്യിൽ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ബാംഗ്ലൂരിൽ ചെന്നാലും ഓഫീസിനുള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. ഈ ലെറ്റർ കാണിക്കണം. ഈ ലെറ്റർ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഞാൻ ബാംഗ്ലൂരേക്ക് ട്രെയിനിൽ പോവാൻ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം അപ്പോഴും എനിക്ക് ലെറ്റർ എൻ്റെ കയ്യിലില്ല. ഒരു ഉറപ്പും വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ബാംഗ്ലൂർ. അപ്പം എല്ലാവരും പറഞ്ഞു, അയ്യോ ഇനി പോയിട്ട് ലെറ്റർ കിട്ടിയില്ലേ ഒന്നുമില്ല, ബാംഗ്ലൂർ ജസ്റ്റ് കറങ്ങുക വരിക, അത് തന്നെ പറ്റത്തുള്ളൂ, വേറെ നടപടി ആവത്തില്ല. കാരണം രാത്രി എനിക്കൊന്ന് ഒരു വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോഴാണ് സംഗീതയുടെ ഇവിടുത്തുള്ള ലോയർ ആ ലെറ്റർ അയച്ചു തരുന്നത് തന്നെ. കാരണം പുള്ളി ത്രൂ നമ്മളെല്ലാം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കായിരിക്കും IRCC ആ ലെറ്റർ പോകുന്നത്. അപ്പൊ അത് പുള്ളി നമുക്ക് തന്നാലേ ധനുവിന് കയറാൻ പറ്റുള്ളൂ, ബയോമെട്രിക്സ് എടുക്കാൻ കയറാൻ പറ്റും. അല്ലാതെ എന്റെ 2 പേപ്പറും ഉണ്ട്, അതുകൊണ്ട് മാത്രം പറ്റില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ധനുവിന്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ മാത്രം. അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു എന്നുള്ള ലെറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വേണം, പക്ഷേ ഇത് മസ്റ്റ് ആയിട്ടും വേണം, അപ്രൂവൽ ലെറ്റർ വേണം. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിട്ട് കുറെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് എന്തോ ഭാഗ്യം നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നോണ്ട് ഞാൻ പുള്ളിയോട് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, പുള്ളി അവിടെ എത്താറായിട്ടുണ്ട്, അപ്പം പെട്ടെന്ന് എനിക്ക് ലെറ്റർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളി എന്തായാലും പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കി തന്നു. എല്ലാം നമ്മുടെ ഒരു സമയമാണ്, എല്ലാം ഒരു ഭാഗ്യം. കറങ്ങി തിരിഞ്ഞ് വരുന്ന ഒരു കാര്യമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ദൈവത്തിനെയും കൂടെ വിശ്വസിക്കുക. ഒന്നും അറിഞ്ഞുകൂടാതെ അവിടെയൊക്കെ ചെന്ന് കയറിയത് ഞാൻ. അങ്ങനെ ബയോമെട്രിക്സ് എടുക്കാൻ ഞാൻ ചെന്നു. അവിടെ ചെന്ന് അവിടെ വേറെ ഇതണക്കൊന്നുമില്ല, ഇതണക്ക് തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കും, നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് അവർ നോക്കും, കൈവിരലും അതൊക്കെയാണ് നോക്കുന്നത്, നമ്മുടെ കൈയും കണ്ണും ഒക്കെ നോക്കും. എനിക്കും അതൊക്കെ തന്നെ ആയിരുന്നു. സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് എല്ലാത്തിനും. അതെല്ലാം നോക്കും. അത് കഴിയുമ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ടിന്റെ ബാക്കിൽ അവർ തന്നെ ഒരു ബാർകോഡൊക്കെ നമുക്ക് അടിച്ചു തരും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ പറയും ഇത് നേരെ പൊക്കോളും, നമ്മളെ കയ്യിൽ ഇതെടുത്തൊന്നുമില്ല, അവര് തന്നെ IRCC അയച്ചു കൊടുത്തോളൂ. അപ്പം എന്റെ ബയോമെട്രിക്സ് കഴിഞ്ഞു. എന്റെ ഓൾമോസ്റ്റ് വിസയുടെ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഇങ്ങനെ കഴിഞ്ഞായിരുന്നു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീണ്ട വെയിറ്റിംഗ് ആണ്. നീണ്ട വെയിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പർ വരണം. നമുക്ക് വിസ അടിക്കണ്ടേ, നമുക്ക് പാസ്പോർട്ടിൽ അടിക്കണ്ടേ കാനഡയുടെ. അപ്പൊ അതിനുവേണ്ടി വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനാണെങ്കിൽ 5 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം നോർമൽ ടൈമൊക്കെ ആണെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ നമുക്ക് പാസ്പോർട്ടിനുള്ള ഇൻവിറ്റേഷൻ വരും. 5 മാസത്തോളം നിൽക്കും. കാരണം കൊറോണ ടൈം ആയിരുന്നു. അപ്പോഴേക്ക് എന്റെ മനസ്സൊക്കെ മടിച്ച് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ നാട്ടിൽ പോയി കാണാതെ നടക്കുള്ളൂ, നടപടി ആവത്തില്ല. കാരണം കിട്ടില്ല എന്നുള്ള ഒരു രീതിയായി. കാരണം ഇങ്ങനെ വെയിറ്റിംഗ് ആയിപ്പോയി. എന്തായാലും കാത്തിരിപ്പിന് ഒരു അവസാനമുണ്ടായി ഗൈസ്. അങ്ങനെ ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. എന്തായാലും ഞങ്ങൾക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള പേപ്പർ വന്നു. അപ്പം തന്നെ നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്ത് നേരെ കൊണ്ടുപോയി കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയിട്ട്
അപ്പോഴേ കൊടുത്തു. എനിക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ എടുത്തപ്പോഴത്തേക്ക് നമുക്കിത് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്പോർട്ടൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ട് എന്നെ വിളിച്ചു, ഇതെനിക്ക് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹാപ്പി. നമ്മൾ ആദ്യം ചെന്ന് നോക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് വേറെ വല്ല പേപ്പർ ഉണ്ടോന്നാണ്. കാരണം രജിസ്ട്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ വല്ല പേപ്പർ ഉണ്ടോ? ഭാഗ്യത്തിന് വേറെ പേപ്പറൊന്നും ഇല്ലായിരുന്നു, പാസ്പോർട്ട് മാത്രമേ ഉള്ളായിരുന്നു. പാസ്പോർട്ട് എടുത്ത് നോക്കി, പാസ്പോർട്ട് തുറന്നു നോക്കി, ഇതാ കിടക്കുന്നു സീൽ, കാനഡയുടെ സീൽ ഉണ്ടായിരുന്നു. ഇത് ഡൽഹിയിലാണ്. എന്റെ ഡൽഹി തന്നെ ആയിരുന്നു. അതൊന്നും ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡൽഹിയിലാണ്. പക്ഷെ എനിക്ക് എന്റെ വിസ വരുന്നതിനെക്കാട്ടിലും ശരിക്കും ഭയങ്കര ഹാപ്പി ചെയ്തതിന്റെ കാര്യത്തിൽ. കാരണം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ടാണ് 1 വർഷത്തോളം നമ്മൾ മാറി നിന്നു അല്ലേ ധനു? 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ധനുവിനെ ഞാൻ കാണുന്നത്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ധനു വിസ വന്നപ്പോഴത്തേക്കും രാത്രി എങ്ങാണ്ടാണ്, ഇവിടെ കാനഡയിൽ രാത്രി ആയിരുന്ന സമയത്ത് ധനുവിന് അവിടെ നാട്ടിൽ വിസ വന്നത്. അവിടെ രാവിലെ അല്ലേ. എന്നെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് സംഗീത വിസ കിട്ടി. ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു അത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇതിനു വേണ്ടിട്ട്. നമ്മളിതൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷെ ഇതിനു വേണ്ടിട്ട് ഒരുപാട് കിടന്ന് ഓടിയിട്ടുണ്ട് നമ്മൾ. ഓരോന്നൊക്കെ ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. അതെ. അപ്പൊ ഇതിനു വേണ്ടി ഇനിയും ബുദ്ധിമുട്ട് എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കും, നല്ല രീതിയിൽ തന്നെ നടക്കും. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മളെ എയർപോർട്ടില് ഇമിഗ്രേഷനിൽ നമുക്ക് വരുന്ന കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. കുറെ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മളെ മുമ്പേ തൊട്ട് നമ്മൾ ആദ്യം തൊട്ട് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം നമ്മളെ കയ്യിൽ വേണം. അതിന്റെ കോപ്പി എന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പേപ്പർ ഉണ്ട്. അതിന്റെ ഞാൻ 1-2 കോപ്പിയൊന്നും അല്ല ഞാൻ എടുത്ത് വെക്കുന്നത്. ഞാൻ 5-6 കോപ്പിയൊക്കെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. കാരണം എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് വരികയല്ലേ, അതും എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറുന്ന തന്നെ ആദ്യം. അപ്പൊ അതാണ് നമുക്കൊരു പേടിയുണ്ട്, മനസ്സിൽ പേടിയുണ്ട്. കാരണം ഇമിഗ്രേഷനിലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൊച്ചിയിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൊച്ചിയിൽ നിന്നൊക്കെ സ്മൂത്തായിട്ട് വന്ന്. പിന്നെ ഇവിടെ ദുബായിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കാനഡയിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ്. കാനഡയിൽ തരുന്ന വർക്ക് പെർമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ വീട്ടിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഇമിഗ്രേഷൻ, ഇവിടുത്തെ ഇമിഗ്രേഷൻ കാനഡയുടെ ബോർഡറിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആണ് നമുക്ക് പെർമിറ്റ് തരുന്നത്. നമ്മുടെ പാസ്പോർട്ടിൽ മാത്രമേ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഒരു പെർമിറ്റ് പേപ്പർ ഉണ്ട്, അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ ധനുവിന് വർക്ക് പെർമിറ്റിലാണ് ധനു വരുന്നത്, ഞാൻ സ്റ്റഡി പെർമിറ്റിലായിരുന്നു വന്നത്. പക്ഷേ ധനു വരുന്ന സമയമായപ്പോഴത്തേക്കും എന്റെ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആയി. അവസാനം എന്റെ ഗ്രാജുവേഷനും കഴിഞ്ഞു, എന്റെ എല്ലാം കഴിഞ്ഞിട്ട് എന്റെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ധനു ഇവിടെ വരുന്നത്. കോൺവെക്കേഷൻ പക്ഷെ എനിക്ക് ഓൺലൈനായിരുന്നു. ആ സമയത്തൊന്നും ധനു ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ ഇമിഗ്രേഷനിൽ ഞാൻ വർക്ക് പെർമിറ്റ്, എന്റെ സ്റ്റഡി പെർമിറ്റ് മാറി ഞാൻ വർക്ക് പെർമിറ്റിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അപ്ലൈഡ് സ്റ്റാറ്റസിൽ എനിക്ക് വർക്ക് പെർമിറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത് 4-5 മാസം അതിന് പിന്നെ എടുക്കും. അതുകൊണ്ട് അതിന്റെ അപ്ലൈഡ് സ്റ്റാറ്റസ് ഞാൻ ധനുവിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഗ്രാജുവേഷൻ ലെറ്റർ, എന്റെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ്, ഇത് 3ഉം ധനുവിന് കൊടുത്തു. ധനു നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഇതും കൂടെ വെച്ചു. കാരണം എന്റെ സ്റ്റാറ്റസ് മാറിയല്ലോ, ഞാൻ പിന്നെ ഇവിടുത്തെ സ്റ്റുഡന്റ് അല്ല. ധനു വരുന്ന സമയപ്പോൾ ഞാൻ എന്റെ വർക്ക് പെർമിറ്റിലേക്ക് കയറി. അതിലും ടെൻഷൻ ആയിരുന്നു, എന്താ അതിനുള്ള ചോദ്യം വരുമോ എന്നുള്ള കാര്യം. അപ്പൊ അതും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി ലെവൽ ജോബ് സ്പൗസ്, ഇവിടെ നിൽക്കുന്ന ആള് ബി ലെവൽ ജോബ് ചെയ്യുന്നതിന്റെ പേപ്പറും കൂടെ വെച്ചെങ്കിൽ മാത്രമേ സ്പൗസിനെ കയറ്റി വിടത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ചെയ്യുന്നത് എന്തായാലും ഭാഗ്യവശാൽ ബി ലെവൽ ആയതുകൊണ്ട് ആ സമയത്ത് എനിക്കൊരു പേപ്പറും അത് കാണിക്കാൻ പറ്റി. അങ്ങനെ ഇല്ലാത്ത പേപ്പറൊന്നും ഇല്ലായിരുന്നു, ഇഷ്ടംപോലെ പേപ്പർ. ഇതെല്ലാം ധനുവിന് ഞാൻ, എന്നിട്ട് എനിക്കിവിടെ ടെൻഷനാ, ഇനി ഇമിഗ്രേഷനിൽ ഇവരിനി ഇതൊന്നും അല്ലാണ്ട് വേറെന്തെങ്കിലും ചോദിക്കുമോ. ധനു ഇമിഗ്രേഷൻ ചെയ്യുന്ന സമയം വരെയും ഇമിഗ്രേഷനിൽ അവിടെ പാസ്സായി എല്ലാം വിസ ഓഫീസർ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് വരെ ഞാൻ ഇവിടെ എന്റെ പൊന്നെ എങ്ങനെയെങ്കിലും ഇതാണ് ഒന്നും അറിയുന്നില്ലല്ലോ. അവിടെ ഉണ്ട്. പക്ഷെ അവര് ക്വസ്റ്റ്യൻ ചോദിച്ച് എല്ലാം ഏറ്റവും ചോദിച്ചിട്ട് നമ്മളെ കയറ്റത്തോളം എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിൽ വേണം. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യങ്ങൾ എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പക്കയായിരുന്നു. അപ്പൊ എല്ലാം കാണിച്ചു, ഒരു ഓക്കെ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റിയായിരുന്നു. ഈസി ആയിരുന്നു, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സ്പൗസ് വിസയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇത്രയും കാര്യങ്ങളാണ്. ഞങ്ങൾ ചെറുതായിട്ട് ഇതിനകത്ത് വല്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്തോളാം, താഴെ നമ്മൾ കൊടുത്തിരിക്കാം. അപ്പം ഇത്രയും തന്നെയായിരുന്നു നമ്മളെല്ലാം ചെയ്തിരുന്നത്. കൂടുതലും ഞാൻ പറഞ്ഞിരുന്നത് കൂടുതലും വേണ്ടി വരുന്നത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആളുടെ, അതെ, വൈഫായാലും ഹസ്ബൻഡ് ആയാലും ആരാണോ കാനഡയിൽ നിൽക്കുന്നുണ്ട് അവരെ കയ്യിൽ നിന്നാണ് നമുക്ക് കൂടുതലും ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടത്. അപ്പം അത് എല്ലാവരും കൃത്യമായിട്ട് നോക്കി ചെയ്യുക. ഇനി വരാൻ പറ്റട്ടെ, എല്ലാവർക്കും വരാൻ പറ്റട്ടെ, അത് തന്നെ ഉള്ളൂ.
ഇവിടെ നിൽക്കുന്നവർക്കും എല്ലാം പെട്ടെന്ന് നടക്കട്ടെ. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ലെറ്റേഴ്സും കാര്യങ്ങളും ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകരുത്. നാളെ ഒരു സമയത്ത് PR ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്തും ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് PR ആപ്ലിക്കേഷനാണ് ശരിക്കും നമ്മളുടെ A to Z കാര്യങ്ങൾ നമ്മളെല്ലാം ജനനം മുതൽ എല്ലാം നോക്കുന്നത്. ഇവിടെ വരെ നമ്മളെത്തി അതെല്ലാവരും നോക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക, ഒന്നും മിസ്സായി പോവാണ്ട് തന്നെ വെക്കാം. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ എല്ലാവരും കമന്റിൽ പറയുക. നമ്മളതിനുള്ള അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.